നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി ആനത്തുണ്ടി. സ്റ്റെർക്കുലേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടെറിഗോട്ട അലാട്ട എന്നാണ്. കാവളം, കൊടത്താണി എന്നീ പേരുകളിൽ ഇത് പല പ്രദേശങ്ങളിലും അറിയപ്പെടുന്നു. ഇന്ത്യ, ബർമ്മ, ആൻഡമാൻസ് എന്നീ സ്ഥലങ്ങളിലാണ് ഇത് പൊതുവെ കണ്ടുവരുന്നത്. നിത്യഹരിത വനങ്ങളിലാണ് ഇത് പൊതുവെ കണ്ടുവരുന്നത്. ഇന്ത്യയിൽ ഗുജറാത്ത്, ഒറീസ, മൈസൂർ എന്നീ സ്ഥലങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ ഇത് പൊതുവെ കണ്ടുവരുന്നു. 2.5 മീറ്റർ കനത്തിലുള്ള ചാരനിറത്തിലുള്ളതാണ് മരപ്പട്ടയായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ നിന്നും ധാരാളം നാരുകൾ ലഭിക്കുന്നുണ്ട്. ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്ന ഇലകളാണ് ഇതിനെ പൊതുവെ കണ്ടുവരുന്നത്. അണ്ഡഹൃദയാകൃതിയിലാണ് ഇതിൻ്റെ ഇല കാണുന്നത്. 10 മുതൽ 28 സെൻറ്റിമീറ്റർ വരെയാണ് ഇല പൊതുവെ വരാറുള്ളത്. പൂവിന് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണുള്ളത്. ഏകദേശം 2.5 സെൻറ്റിമീറ്റർ വ്യാസത്തിലാണ് പൂവ് ഉണ്ടാവുന്നത്. പൂക്കൾ ഏകലിംഗികളും ബഹുലിംഗികളുമായിട്ട് കണ്ടുവരുന്നുണ്ട്. 20 മുതൽ 25 വരെയുള്ള കേസരങ്ങളാണ് ഒരു പൂവിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത്. ഗോളവൃത്താകൃതിയിലാണ് പൊതുവെ ഫലം കണ്ടുവരുന്നത്. 30 മുതൽ 40 വരെയുള്ള വിത്തുകളാണ് ഒരു ഫലത്തിൽ ഉണ്ടാവാറുള്ളത്. ഈ ഫലം പൊതുവെ ഇതിനകത്തുണ്ടാകുന്ന കായെ വറുത്ത് ധാതുപുഷ്ടിക്ക് വേണ്ടി കഴിക്കാറുണ്ട്. ഇതിൻ്റെ തടി പൊതുവെ ഉപയോഗിക്കുന്നത് മരപ്പെട്ടിക്കാണ്. ഇതിൻ്റെ തൊലിനാര് ഉപയോഗിച്ച് വരുന്നത് കയറുണ്ടാക്കുന്നതിനാണ്. ഇതിൻ്റെ കൂടുതൽ ആയുർവേദ പ്രാധാന്യങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഈ ആനത്തുണ്ടി അതിനൊരു പ്രത്യേകത, അത് ഈ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അതിലിതിട്ടിട്ട് എണ്ണ കാച്ചും. ഇത് എണ്ണ കാച്ചിട്ട് മേലെ തേച്ച് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് കുറയും. പക്ഷേ ഇതിനൊരു കുഴപ്പമുള്ളത്, ഇത് അധികം കഴിച്ച് കഴിഞ്ഞാൽ ഈ മദം ഉണ്ടാക്കണം, ഈ കള്ള് കുടിച്ച പോലെ ആവും. അതുകൊണ്ട് തന്നെ ഈ കഞ്ചാവും കള്ളും കഴിക്കുന്നതിന് പകരമായിട്ട് ഈ ആനത്തൊണ്ടി കഴിച്ചിട്ട് മദം ഉണ്ടാക്കുന്ന ചില വിദ്യകളുണ്ട്. പിന്നെ ഈ ആനത്തൊണ്ടിക്ക് ഒരു ഉപയോഗമുണ്ട്. ഈ ആനത്തൊണ്ടി അതിൻ്റെ സമൂലം കഷായം വെച്ചിട്ട് നല്ല സ്ട്രോങ് കഷായം ആക്കിയിട്ട് ഈ സ്പാമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ഈ ചൊറിയാണ്, ഒരു വിധത്തിലുള്ള ചൊറിയാണ്, അതിലിങ്ങനെ കുളിക്കുക. ഒരു തൊട്ടിയിൽ വെച്ചിട്ട് അതിലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലും മാറുക, വീക്കും അതൊക്കെ മാറി, ലീഷനൊക്കെ മാറും. പക്ഷേ ഇത് അധികം ഉപയോഗിക്കരുത്. ഇത് അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കഞ്ചാവ് കഴിച്ച എഫക്റ്റാണ് കിട്ടുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം.